ആ കെട്ടിടം തകർന്നു കഴിഞ്ഞാൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ കലക്ടർ, ആ ജില്ലാ കലക്ടർക്ക് സംഭവ സ്ഥലത്തെത്താൻ പോലും എത്ര താമസമുണ്ടായി എന്ന് നമ്മളെല്ലാവരും ഇന്നലെ അറിഞ്ഞതാണ്. കാരണം ജില്ലാ കലക്ടർ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ബഹുമാന്യനായിട്ടുള്ള മന്ത്രിയുണ്ട്, വാസവൻ മന്ത്രി. അദ്ദേഹം അറിയാതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്നാണ് കോട്ടയത്തുകാർ പറയുന്നത്. അദ്ദേഹം അവിടെ നേരിട്ട് വന്ന്, ഇവർ രണ്ടുപേരും നേരിട്ട് വന്ന് നേരിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവിടെ ഈ കെട്ടിടം ഉപേക്ഷിച്ച കെട്ടിടമാണ്, കെട്ടിടം തകർന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും ഒരു അപകടവും ഉണ്ടായിട്ടില്ല. നമ്മുടെ ആരോഗ്യമന്ത്രി അവരുടെ നിയമസഭയിലെ പ്രസംഗം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ നാടിന്റെ കപ്പിത്താനെ കുറിച്ചിട്ടുള്ള പ്രസംഗം. ആരോഗ്യ വകുപ്പിന് കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ് മാഡം. ആരോഗ്യ വകുപ്പ് എന്ന കപ്പൽ അത് പകുതി മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ബിന്ദു എന്ന സ്ത്രീ മരിച്ചത്, ആരോഗ്യമന്ത്രി പണ്ടൊരിക്കൽ പറഞ്ഞത് കോവിഡിന്റെ കണക്കുകൾ മറച്ചുവെക്കുന്നു എന്നുള്ള ആരോപണം വന്നപ്പോ പറഞ്ഞത് ചക്ക വീണ് മരിക്കുന്ന ആളുകളെ അടക്കം കോവിഡ് മരണത്തിന്റെ കണക്കിൽ ഉൾപ്പെടുത്തിയ സാഹചര്യമുണ്ടായതാണ്. ഇവിടെ ബിന്ദു മരിച്ചത് ചക്ക വീണിട്ടല്ല വേണം, കെട്ടിടം തകർന്നിട്ടാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് കേന്ദ്രം നൽകുന്ന പണം പോലും ചിലവഴിക്കാൻ കഴിയാത്ത ഒരു ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ പേരിൽ മറ്റ് നിരവധി പദ്ധതികളുടെ പേരിൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. ആ പണം ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിലെ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ആരോഗ്യ വകുപ്പിന് വേണ്ടി ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന തുക പോലും വെട്ടിക്കുറക്കുന്ന സാഹചര്യം, ആ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 276 കോടി രൂപ പ്രഖ്യാപിച്ചു, അവസാനം അത് പുതുക്കിയപ്പോൾ 138 കോടിയായി.